എന്തു പറ്റി? അല്ല എന്താ മുഖം വല്ലാണ്ടിരിക്കണ? ഒന്നുമില്ല. എന്തോ ഒരു മൂഡ് ഓഫ് പോലെ ഉണ്ട്. പക്ഷെ മൂഡ് ഓഫ് ആണെങ്കിലും ടോമിന്റെ ഗ്രേസിന് ഒരു കുറവുമില്ല. ചിലപ്പോ എന്റെ അമ്മയുടെ പേര് ഗ്രേസി എന്നായോണ്ടായിരിക്കും. ടോമിന്റെ ഒരു കാര്യം. അതെ, ടോമിനെ വിളിച്ചൊരു കാര്യം പറയാൻ. അതിനെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ ടോം ആദ്യം പറ. അതായത് അമലെ ബോസ് നമ്മളെ എന്തോ തെറ്റിദ്ധരിച്ചോ എന്നൊരു സംശയം. അതിനെന്താ? അതിന് കുഴപ്പമൊന്നുമില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ആൾക്കാർ പലതും പറയും. അതൊക്കെ അതേപോലെ ആവണമെന്നില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ ആരെ മുഖത്തോക്കും പറയും. അതിപ്പോ ആരാണെങ്കിലും ശരി. എന്താ ടോമിന് കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. ഞാൻ ടോമിനെ വിളിപ്പിച്ചതേ കാര്യം ചോദിക്കാൻ. ഇതൊക്കെ ഇനിയും കഥ പറഞ്ഞ തീരാറാണ്. നമുക്ക് ഈ സാറ്റർഡേ ലീവ് എടുത്താലോ? ഈ സാറ്റർഡേയോ? എന്തിനു? അത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട് എന്റെ പപ്പയുടെ തറവാട്ടില്, ഇവിടെ വെച്ച് തന്നെ. അപ്പോ ടോമിനെ കൊണ്ട് പോകാൻ എന്റെ പ്ലാൻ. അവിടെ പിന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെടാലോ. പറ്റത്തില്ലെന്ന് പറ മനുഷ്യ അങ്ങോട്ട്. അല്ല, അത് എനിക്ക് ഈ ലീവ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. സാറിനോട് ലീവിന്റെ കാര്യം ഞാൻ സംസാരിച്ചോളാം. അല്ല, വർക്ക് തരാൻ ചാൻസ് ഇല്ല. സാർ ലീവ് തന്നാൽ ടോം വരുമല്ലോ. അല്ല, ലീവ് തരാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഒന്നും പറയണ്ട, ഞാൻ സംസാരിച്ച് ശരിയാക്കിക്കോളാം. ടോം എന്തായാലും വരണം. ഞാൻ പാപ്പയ്ക്ക് വാക്ക് കൊടുത്തു പോയി. പിന്നെ ഫാമിലി ഗെറ്റ് ടുഗദർ ആകുമ്പോ ടോം വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഫാമിലി ഗെറ്റ് ടുഗദർ ആക്ച്വലി ഔട്ട്സൈഡ് ആയിട്ടുള്ള ഞാനിങ്ങനെ വന്നിട്ട് ടോം എങ്ങനെ ഔട്ട്സൈഡർ ആവുന്നേ? ഒന്നും പറയണ്ട, എന്റെ കൂടെ അല്ലേ വരുന്നേ. ടോം എന്റെ പ്രോജക്റ്റിൽ ഹെൽപ്പ് ചെയ്ത കാര്യമൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് ടോമിന് വെയിറ്റ് ചെയ്തിരിക്കുക. അല്ലേ? നമുക്ക് നോക്കാല്ലേ ലീവ്. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. പിന്നെ ഞാൻ വന്നപ്പോ അവിടെ ജെസ്സിയോട് എന്താ സംസാരിച്ചോണ്ടിരുന്നത്? ജെസ്സി എടുത്തു ഓഫീസിലെ കാര്യം. ഓ ഓ അതെ, അധികം അങ്ങ് സംസാരിക്കണ്ട. ചുമ്മാ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നേ, നമ്മളായിട്ട് എന്തെങ്കിലും ഒരു ഗോസിപ്പ് പറയാൻ ഒരു ഇടവെത്തുന്നു വേണ്ടല്ലോ, അല്ലേ? എന്ത് എന്ത്? എനിക്ക് ഇവിടെ നിന്നൂടെ? നിക്കും. എന്തിനാണെന്നാണ് ചോദിച്ചത്. ഗെറ്റ് ടുഗദർ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾക്ക് നോ പറയാൻ പറ്റിയെന്ന് വരില്ല. എന്താ ഇത് കൊടക്കട്ടിയാണോ നോ പറയാനെ കൊണ്ട്? ആഹാ, എന്നെങ്കിലേ അമൽ സാർ നിന്നെ ചെന്നൈക്ക് വിളിച്ചപ്പോഴത്തേക്ക് നീ എന്താ നോ പറയാഞ്ഞ്? നിന്റെ വാല് കുറുക്കിട്ടായിരുന്നു. എടി, അത് പിന്നെ ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങളിൽ നോ പറയാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ ഒരു സാഹചര്യമായിരിക്കും. എന്റെ കർത്താവേ, എന്റെ സമാധാനം മൊത്തം പോയി. നിന്റെ സമാധാനം എന്തിനാ പോണത്? ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലേ, അവര് പോയിട്ട് വരട്ടെ. അതിന് ഫാമിലി ഗെറ്റ് ടുഗദർ തന്നെയാണോ ഓടി? പറയാൻ പറ്റില്ല. ഇവളെപ്പോലെ കിറുക്ക് പിടിച്ച ഫാമിലിയൊക്കെ ആണെങ്കിൽ സംഗതി കയ്യിൽ നിന്ന് പോവും. ചിലപ്പോഴേ ഇനി ഫാമിലി ഗെറ്റ് ടുഗദർ വേണ്ടി ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം കൺഫേമാണ്, അവൾക്ക് ടോമിനെ കാണുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒരിളക്കമുണ്ട്. ടോമിന് അവളോട്ടുള്ള അപ്രോച്ച് ഇനി ശരിയാണോ തെറ്റാണോ നമുക്ക് കൺഫ്യൂഷൻ ആണെങ്കിലും അവളുടെ കാര്യത്തിൽ എനിക്ക് 100% കൺഫേം ആണ്, അവൾക്ക് ടോമിനോട്ട് കാണുമ്പോൾ എന്തോ ഒരു ഇളക്കമുണ്ട്. അവളവിടെ ലൈഫ് സെറ്റാക്കാൻ നോക്കുന്നതായിരിക്കും. അതെ, അവള് ഇടയ്ക്കൂടെ ഗോൾ അടിക്കാൻ നോക്കും. അത് ഈ ജെസ്സി ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നീ പേടിക്കണ്ട, നിന്റെ കൂടെ എന്തിനു ഞാൻ